നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവർക്കും കേരള പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ചാലു നോക്കാം കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലെ ചെറുതും വലുതുമായ വാർത്തകളിലേക്ക്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഏത് ജില്ലയിൽ നിന്നോ, ഗ്രാമം, നഗരം അല്ലെങ്കിൽ മൊഹല്ലയിൽ നിന്നോ ആണ് കാണുന്നത് എന്ന് കമന്റ് ചെയ്ത് നിർബന്ധമായും അറിയിക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗ്രാമം, നഗരം, മൊഹല്ലയിലെ വാർത്തകൾ നിങ്ങൾക്കെത്തിക്കാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ കഴിയും. വാർത്തകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. കാരണം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ അത്യാവശ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവല്ലയിൽ വിശാല റാലിയെ അഭിസംബോധന ചെയ്തു. അദ്ദേഹം എൻഡിഎയുടെ ഭാഗത്തുനിന്ന് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കുമെന്ന വാഗ്ദാനം നൽകി. ടൂറിസം, ബ്ലൂ എക്കോണമി, ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയ്ക്ക് ഊന്നൽ നൽകി അദ്ദേഹം LDF സർക്കാരിനെ വികസനത്തിൽ മന്ദഗതിയുള്ളതാണെന്ന് ആരോപിച്ചു. മോദി 9 ഏപ്രിലിലെ വോട്ടിംഗിന് മുമ്പ് വോട്ടർമാരോട് മാറ്റത്തിനായി ആഹ്വാനം ചെയ്തു. റാലിയിൽ വലിയ തിരക്കുണ്ടായതിനാൽ BJPയുടെ മനോബലം വർദ്ധിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ പ്രചാരണത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാരിനെ BJPയുമായി സഖ്യമുണ്ടെന്ന് ആരോപിച്ചു. അദ്ദേഹം സംസ്ഥാനത്തിന്റെ വർദ്ധിച്ച കടം, തൊഴിലില്ലായ്മ, ഭരണപരാജയങ്ങൾ എന്നിവയ്ക്ക് നേരെ ആക്രമണം നടത്തി. രാഹുൽ 9 ഏപ്രിലിലെ തെരഞ്ഞെടുപ്പിൽ UDFന് പിന്തുണ നൽകാൻ അഭ്യർത്ഥിച്ചു. അതുവഴി സെക്യുലർ ക്ഷേമകര സർക്കാർ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ റാലികൾ യുവജന പ്രശ്നങ്ങളിൽ കേന്ദ്രീകൃതമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് 1.5 കിലോമീറ്റർ നീളമുള്ള റോഡ് ഷോ നടത്തി. കിളിപ്പലം മുതൽ കരമന വരെ റോഡുകൾ അനുയായികളാൽ നിറഞ്ഞിരുന്നു. അദ്ദേഹം കേരളത്തെ വികസിതമാക്കാനുള്ള NDAയുടെ ചിന്ത പങ്കുവച്ചു. LDF UDF രാഷ്ട്രീയത്തിന് നേരെ ആക്രമണം നടത്തി. ഈ പരിപാടി 9 ഏപ്രിലിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJPയുടെ ആക്രമണാത്മക തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. സുരക്ഷയ്ക്ക് കർശന ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു. എറണാകുളത്ത് ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്യുന്ന ക്യാമ്പയിൻ നടത്തി. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ലംഘിച്ച 35,627 പോസ്റ്ററുകൾ, ബാനറുകൾ, ബോർഡുകൾ നീക്കം ചെയ്തു. 4 ഏപ്രിൽ ദിവസം മാത്രം 2,953 സാമഗ്രികൾ നീക്കം ചെയ്തു. ഈ നടപടി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തുല്യമായി നടപ്പാക്കുന്നു. അതുവഴി ന്യായമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചത് പ്രകാരം കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ ഇന്നു മുതൽ 6 തീയതി വരെ ഇടിമിന്നലോടുകൂടിയ മഴയും 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റും വീശും. അതേസമയം 7, 8 തീയതികളിലും കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും 30 മുതൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റും വീശും. മലപ്പുറം വണ്ടൂരിൽ സാൻസദ് ശശി തരൂർക്ക് നേരെ ആക്രമണ ശ്രമം. ഈ സംഭവത്തിൽ തരൂറിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പരിക്കേറ്റു. പ്രതി ഉമറിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്തു. 2 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട്. 5 പേരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു. കർണാടകയിലെ കോടഗുവിൽ ട്രക്കിംഗ് സമയത്ത് ഒരു യുവ മലയാളി IT പ്രൊഫഷണൽ കാണാതായ വ്യക്തിയുടെ പേര് സരണ്യാണ്. കണ്ണൂർ സ്വദേശിനിയാണ്. വനവകുപ്പ് ഉദ്യോഗസ്ഥരും പ്രാദേശികരും 2 ദിവസമായി തിരയുന്നുണ്ട്. പക്ഷേ കണ്ടെത്താനായില്ല. ഹോംസ്റ്റേയിൽ നിന്ന് ഒറ്റയ്ക്ക് മടങ്ങിയ സരണ്യയെ ട്രക്കിംഗ് മാർഗത്തിൽ തിരിച്ചു പോകുന്നത് കണ്ടിരുന്നു. എന്നാൽ പിന്നീട് അവളുടെ വിവരം ലഭിച്ചില്ല. സരണ്യ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയായിരുന്നു. യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് പേരാമ്പ്രയിൽ CPMനെതിരെ സാമുദായിക ഓഡിയോ ക്ലിപ്പ് ഉപയോഗിച്ചതായി ആരോപിച്ചു. UDF പറഞ്ഞത് ഇത് തെരഞ്ഞെടുപ്പ് പരിധി ലംഘനമാണെന്നാണ്. CPM ആരോപണങ്ങൾ നിഷേധിച്ചു. ഈ വിവാദം 9 ഏപ്രിലിലെ വോട്ടിംഗിന് മുമ്പ് ഈ സീറ്റിലെ തെരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിപ്പിച്ചു. തൃശൂരിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഫുഡ് കിറ്റ് വിതരണം ചെയ്തതായി ആരോപണങ്ങൾ ഉയർന്നു. LDF കോൺഗ്രസ് പരാതിയിന്മേൽ പോലീസ് ഒരു സൂപ്പർമാർക്കറ്റ് അടച്ചു. BJP ഇതിൽ തങ്ങളുടെ പങ്ക് നിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യം അന്വേഷിക്കുന്നു. കാരണം 9 ഏപ്രിലിലെ വോട്ടിംഗിന് മുമ്പ് എല്ലാ പാർട്ടികളും സജീവമാണ്. കോൺഗ്രസ് സാൻസദ് ശശി തരൂരിന്റെ കാവലയാത്രയെ മലപ്പുറം വണ്ടൂരിൽ തടഞ്ഞു. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം നടന്നു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. ഈ സംഭവം 9 ഏപ്രിലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF പ്രചാരണത്തിനിടെ ഉണ്ടായത്. കൊല്ലം കടവൂർ അലയമൻ കരുകോണിന് സമീപം ഒരു വന്യമായ എരുമ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികളുടെ നേരെ ആക്രമണം നടത്തി. എരുമ സ്കൂട്ടറിന് നേരെ തന്നെ ആക്രമണം നടത്തി. ആനക്കുളം സ്വദേശികളായ ഷിനു മാത്യു, ഷിബിന എന്നിവർക്ക് പരിക്കേറ്റു. ഇരുവരെയും ആഞ്ചൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പശ്ചിമബംഗാളിന്റെ രാഷ്ട്രീയത്തിൽ വീണ്ടും ചൂടുയർന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2026ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥികളുടെ ആദ്യ ലിസ്റ്റ് പുറത്തിറക്കി. അതിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഗഢമായ ഭവാനിപൂർ മണ്ഡലത്തിന്റെ പേരും ഉൾപ്പെടുത്തിയിരുന്നു. പാർട്ടി ഈ ആദ്യ ലിസ്റ്റിലൂടെ വലിയ രാഷ്ട്രീയ സന്ദേശം നൽകാൻ ശ്രമിക്കുന്നു. മൊത്തം 294 സീറ്റുകളിൽ നിന്ന് 284 സീറ്റുകൾക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ഇത്തവണ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് വ്യക്തമാക്കി. കോൺഗ്രസ് ചോരാലമല ഭൂസ്ഖലന ദുരന്തബാധിതരുടെ വീട് നിർമ്മാണ നിധി വിവാദത്തെക്കുറിച്ച് പോലീസിൽ പരാതി നൽകി. പരാതിയിൽ സംസ്ഥാന പോലീസ് മേധാവിയോട് സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുവെന്ന് പറഞ്ഞു. പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നുണകളാണെന്ന് പരാതിയിൽ പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസാണ് പരാതി നൽകിയത്. ചില സൈബർ പ്രൊഫൈലുകൾ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു.
കേരള സർക്കാർ 4 ഏപ്രിൽ മുതൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം ആരംഭിച്ചു. ഇതിൽ അധികമായി 10% ക്ഷീണഭത്ത ഭത്ത ഉൾപ്പെടുത്തിയിരുന്നു. സെക്രട്ടേറിയറ്റ്, ഖജാന ജീവനക്കാർക്ക് ആദ്യം പേയ്മെന്റ് നൽകി. സാമ്പത്തിക ഞെരുക്കമുണ്ടായിരുന്നിട്ടും തിരഞ്ഞെടുപ്പ് അവധിക്കാലത്തും ഈ പ്രക്രിയ തുടരുന്നു. ഇടുക്കിയിലെ ഒരു പ്രദേശത്ത് തേനീച്ചകളുടെ സംഘം ആക്രമിച്ച് ഒരു കർഷകന്റെ ജീവൻ നഷ്ടപ്പെട്ടു. മറ്റൊരു തൊഴിലാളിക്ക് ഗുരുതര പരിക്കേറ്റു. വനമേഖലകളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഉപദേശിച്ചു. ഈ സംഭവം മനുഷ്യ വന്യജീവി സംഘർഷത്തെ പ്രതിഫലിപ്പിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ഡ്രഗ് പിടിച്ചെടുത്ത സംഭവത്തിൽ മുക്കം സ്വദേശി ഒരു യുവാവിനെയും യുവതിയെയും വലിയ അളവ് MDMAയോടൊപ്പം അറസ്റ്റ് ചെയ്തു. ഗ്രാമീണ ഡാൻസ് ഓഫ് ടീം മുക്കം പൂൽപ്പൊയിൽ പുളമ്പാടിപ്പറമ്പിൽ നിവാസിയായ മുഹമ്മദ് ഹനീഫ 36യെയും കോഴിക്കോട് ബേപ്പൂർ സ്വദേശിനി റഹാനത്ത് 45യെയും ഏകദേശം 1.5 കിലോ ഘാതക ഡ്രഗ് സഹിതം അറസ്റ്റ് ചെയ്തു. നാദവയലിൽ ഗുഡ് ഫ്രൈഡേയിലെ നമസ്കാരത്തിനായി കൂടിയ ഭക്തരുടെ തിരക്കിനിടെ ഒരു കാർ ഇടിച്ചു കയറിയതിനാൽ 5 പേർക്ക് പരിക്കേറ്റു. ഈ അപകടം വെള്ളിയാഴ്ച രാവിലെ 7:30 മണിക്ക് നാദവയൽ ഹോളി ക്രോസ് ചർച്ചിന് സമീപമുണ്ടായി. പരിക്കേറ്റവരെ കൽപ്പറ്റയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് കേരളത്തിലെ പല ജില്ലകളിലും ചൂടിനെക്കുറിച്ച് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. താപനില ഉയരുന്നതോടെ ചില പ്രദേശങ്ങളിൽ പ്രീ മൺസൂൺ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജനങ്ങൾ ഉച്ചസമയത്ത് സൂര്യപ്രകാശത്തിൽ നിന്ന് രക്ഷപ്പെടാനും വെള്ളം കുടിക്കാനും ഉപദേശിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിന്റെ സൈനിക ശക്തിയെ പൂർണ്ണമായി നശിപ്പിച്ചതായി അവകാശപ്പെട്ടതിന് 2 ദിവസത്തിനു ശേഷം ഇറാൻ 2 അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ വെടിവെച്ച് തകർത്തു. തെക്കൻ ഇറാനിൽ തകർന്ന F-15 വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ രക്ഷപ്പെട്ടു. പക്ഷേ പൈലറ്റ് കാണാതായി. ഇത് യുദ്ധത്തിന്റെ 6ാമത്തെ ആഴ്ചയിൽ ഒരു പ്രധാന തിരിവായി. ഇറാൻ, അമേരിക്ക എന്നിവർ പൈലറ്റിനെ പിടികൂടാൻ ഓപ്പറേഷൻ ആരംഭിച്ചു. A-10 തണ്ടർബോൾട്ട് യുദ്ധവിമാനം കുവൈറ്റിൽ തകർന്നു. അമേരിക്ക സ്ഥിരീകരിച്ചത് വിമാനത്തിൽ നിന്ന് പുറത്തുകടക്കാൻ വിജയിച്ച പൈലറ്റ് സുരക്ഷിതനാണെന്നാണ്. 23 വർഷത്തിനിടെ ആദ്യമായാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ശത്രുരാജ്യത്തിന്റെ വിമാനത്തെ വെടിവെച്ച് തകർത്തത്. കോഴിക്കോട് കുന്നമംഗലത്ത് വാടക വീട്ടിൽ സ്ഫോടനമുണ്ടായി. 2 പേർ മരിച്ച സ്ഥലത്ത് താമസമേഖലയിലെ നിയമങ്ങൾ ലംഘിച്ച് ആദിശബ്ദജി ഉൽപാദനം നടത്തുകയായിരുന്നു. സംഭവസ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഈ മേഖലയിൽ പല വീടുകളുള്ളിടത്ത് ആദിശബ്ദജി ഉൽപാദനം നടക്കുന്നത് തങ്ങൾക്ക് അറിയില്ലായിരുന്നുവെന്നും ഇതിന് ലൈസൻസ് നൽകിയിട്ടില്ലെന്നുമാണ്. നിയമവിരുദ്ധമായ മദ്യവിപണനം വ്യാപകമായി പടർന്നു. പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ. തിരഞ്ഞെടുപ്പിന് മുമ്പ് 48 മണിക്കൂർ മദ്യനിരോധനത്തിന്റെ ഗുണം ഉപയോഗപ്പെടുത്തി വലിയ തോതിൽ മദ്യം സ്റ്റോക്ക് ചെയ്യുന്നുവെന്ന് വിവരമുണ്ട്. ചങ്ങനാശ്ശേരി ടൗൺ, തൃക്കോടിത്താനം, കോട്ടമുറി, പറാൽ, പായിപ്പാട് പ്രദേശങ്ങളിൽ ഗ്യാങ് സജീവമാണ്. മദ്യനിർമ്മാണ ഫാക്ടറികളിൽ നിന്ന് വാങ്ങിയ മദ്യം ചെറിയ ബോട്ടിലുകളിൽ വിറ്റഴിക്കുന്നു. മലപ്പുറത്ത് ഭാര്യയെയും കുട്ടികളെയും കൊന്നതിന് ആരോപണമുള്ളയാളെ 12 വർഷത്തിനുശേഷം അറസ്റ്റ് ചെയ്തു. മലപ്പുറം അരിക്കോട് സ്വദേശി ഷെരീഫിനെ ബംഗളൂരുവിൽ അറസ്റ്റ് ചെയ്തു. കേസ് 2013 ഭാര്യയെയും കുട്ടികളെയും തടാകത്തിൽ തള്ളിക്കൊന്നതുമായി ബന്ധപ്പെട്ടതാണ്. ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ജയിലിൽ നിന്ന് ഫറാറായിരുന്നു പ്രതി. ഇന്ത്യയിൽ കണ്ടോം ക്ഷാമം. പൊതുധാരണയനുസരിച്ച് മിഡിൽ ഈസ്റ്റിലെ ഇറാൻ അമേരിക്ക പിരിമുറുക്കം സാധാരണയായി എണ്ണവിലയിലും ഭൂരാഷ്ട്രീയ ചർച്ചകളിലും മാത്രമേ ബാധിക്കൂ. പക്ഷേ ആഗോളവൽക്കരണ യുഗത്തിൽ കണ്ടോ മാർക്കറ്റിലെ നിലവിലെ അനിശ്ചിതത്വം, ഒരു മേഖലയിലെ സംഘർഷം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അപ്രതീക്ഷിത പ്രത്യാഘാതമുണ്ടാക്കുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്.